not allowed. White tractor and 3 wheelers. Oh. Dear license. License. Why license? So, परत आपला only one person. Not other vehicles. No. 1,000 rupees fine. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചത് ഇവിടെയാണ്. സംഭവം ഒരു വിഷയം പമ്പാണ് കേട്ടത്. ഭാരത് പെട്രോളിയം പമ്പാണ്. പിന്നെ വണ്ടി ഇപ്പോൾ നമ്മളൊക്കെ വണ്ടിയിലേക്ക് തന്നെ തിരിച്ച് സാധനങ്ങളൊക്കെ തിരിച്ച് കയറ്റി. ഇനിയിപ്പോൾ അവിടെ ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ട്, അതെടുക്കണം. അവിടെയും കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇന്നലെ രാത്രി അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. കാരണം നല്ല ക്ഷീണമായിരുന്നു, ഒന്നും നോക്കാണ്ടാകുന്നില്ല, അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. പിന്നെ എന്തായാലും ഇവിടുന്ന് യാത്ര തിരിക്കണത് നേരെ മുംബൈയിലേക്കാണ്. ഇന്ന് മുംബൈ പിടിക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു 650 കിലോമീറ്റർ ഓടാണ്ട്, മാക്സിമം തന്നെ ഓടി പിടിക്കാൻ നോക്കണം. 650 കിലോമീറ്റർ ഓടാണ്ട് മുംബൈയിലേക്ക്. എന്തായാലും ഓടണം. പിന്നെ ഇപ്പോൾ എന്തായാലും ആദ്യം കഴിക്കണം, നല്ല വിശക്കുണ്ട്. നല്ല രാത്രി കഴിച്ചാണ്, എന്തായാലും കഴിക്കണം, എന്നിട്ട് ഇറങ്ങണം. ഓക്കെ, നമ്മൾ സ്റ്റേ അടിച്ച പമ്പതാണ് കേട്ടോ. അടിപൊളി പമ്പാണ്. ഇവിടെ കുക്കിങ്ങിനും എല്ലാ കാര്യത്തിനും ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ പമ്പിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതാണ്. അവരിൽ പട്ടി ആളെ പഠിപ്പിക്കുക. നമുക്ക് ഇനി യാത്രകൾ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. എത്ര ദിവസങ്ങളാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പോലും പറ്റൂല, കാൽക്കുലേറ്റ് ചെയ്ത് നടക്കൂല. ഏതോ ഒരു ടെമ്പിൾ, അത് അങ്ങനെ വലിപ്പുള്ള ടെമ്പിൾ. അത് ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം ഹൈവേ ഒക്കെ. നമുക്ക് ഇനി പോകുന്തോറും നല്ല നല്ല ഹൈവേകൾ കിട്ടിത്തുടങ്ങും, അത് വേറെ കാര്യം. ഇപ്പോൾ ഇനി ബാലൻസ് നിൽക്കുന്നത് ഇവിടുന്ന് പൂനെക്ക്, ഇനി ബാലൻസ് നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 393. ആദ്യം പൂനെ നോക്കും. പൂനെയിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ മുംബൈ പിടിക്കാൻ നോക്കും. ഇല്ല, നമ്മൾ പൂനെയിൽ നിന്ന് സ്റ്റേ പിടിക്കും. അതാണ് പ്ലാന്. നൈറ്റ് റൈഡ് ഒരിക്കലും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഒരുപാട് റിസ്ക് ഉണ്ട് അതിൽ, റിസ്കി എലമെൻറ്റ്സാണ് അതാ മൊത്തം. അപ്പോൾ അതിന് നിൽക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുകയും ചെയ്യാം. എനിക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഗ്യാപ്പാണ്, അത് അപ്ലോഡ് ചെയ്യാനും ഗ്യാപ്പാണ്. അങ്ങനെയുള്ള ഒരു ഗുണങ്ങളും എനിക്കതുമുണ്ട്. നേരെ മറിച്ച് ഞാൻ രാത്രി ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തുമ്പോൾ ഒരു 10-11 മണിയാവും. എത്തി കടന്ന് രാവിലെ എണിച്ച് പിന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ പിന്നെ ഒന്നിനൊന്നിനും ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പരമാവധി റൈഡൊക്കെ പോകണവർ ഒരിക്കലും രാത്രി റൺ ചെയ്യാതിരിക്കുക, റിസ്ക്കാണ്. കർണാടകയിലെ എന്തോ ഒരു ഇവരെ വണ്ടിയാണ് പോണത്, എനിക്ക് ആരാന്നറിയില്ല. അതിൻ്റെ ഫ്രണ്ടിലിരിക്കണ പോലീസ് വണ്ടി എസ്കോട്ട് പോകുന്നുണ്ടോ, അതിലുള്ള പോലീസുകാരൊക്കെ ഹായ് കാണിച്ചിരുന്നു. ഞാൻ തിരിച്ച ഹായ് കാണിച്ചു. പക്ഷെ എന്താല്ലേ, ഇതൊക്കെ വേണം, അങ്ങനെ ആയിരിക്കണം പോലീസ്. ഗവൺമെൻറ് ഓഫ് കർണാടക, അതിൽ അത് ആരാന്നുള്ളതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്ത് രസമാണ് നോക്കിയൊക്കെ. അങ്ങോട്ട് നോക്കിയാലും അടിപൊളി, ഇങ്ങോട്ട് നോക്കിയാലും അടിപൊളി. ഇത് വണ്ടിക്കൊക്കെ കരിമ്പ് കൊണ്ടുപോകണതാണ്. നമുക്കിനി പോണ വഴിക്ക് ഒരുപാട് കരിമ്പ് തോട്ടങ്ങൾ കിട്ടാണ്ട് കയറി പൂന്തി വിളയാടാം. നേരത്തെ സ്കൗട്ടൊക്കെ പോയിട്ടുണ്ടെന്നില്ലേ, അത് ഇവിടേക്കാണ് വരുന്നത് കേട്ടോ. ഇവിടെ എന്തോന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ നിറച്ച് പോലീസുകാരുണ്ട് ബാക്കിൽ, അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ പോലീസ് പോകുന്നുണ്ട്. അപ്പോൾ കർണാടകയിൽ എന്തോ MLA മന്ത്രിമാരൊക്കെ കൂടിയിട്ട് എന്തൊക്കെ ഒരു മറ്റേ ഫങ്ഷൻ സെറ്റിങ്സാണ് നടന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാനുണ്ടോ എനിക്കറിയില്ല. ഇതുണ്ടോ, ഇവിടെ നിറച്ച് പോലീസായിരിക്കണം. ഇവിടെ ചില ഭാഗത്ത് റോഡ് പണി നടക്കുന്നുണ്ട്, 4 ലൈനിൻ്റെ 6 ലൈനിൻ്റെ ഒക്കെ. അപ്പോൾ അത് കാരണം ചില ഭാഗത്ത് ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇവരുടെ ഹോണാണ് ആകെ മനുഷ്യന് മുതലാവാത്ത. ഇവര് വൃത്തികെട്ടാണ്. ഇത് എന്തത്, തോട് ഒഴിച്ചിട്ടൊക്കെ നടു റോഡിൽ. ഇതെന്താ സംഭവം?
ഈ ലോറിക്കാരുടെ ഹോണ് നമ്മുടെ ബാക്കിൽ ടൈ വെച്ചിട്ട് അടി അടിക്കുക. ഇത് വെറുപ്പിക്കുള്ളേ. ആളെ പേടിച്ചിട്ടുണ്ട്, സൈഡിൽ കണ്ട് ഞെട്ടി മാറും. എന്നാൽ കുറച്ച് ലോങ്ങുന്നേ വരുമ്പോൾ രണ്ടടി അടിച്ചിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പേടി വരില്ല. ഇത് നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് അവർക്ക് അടിക്കണം. ഗൈസ്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കൊഗ്ലൂളി ടോൾ പ്ലാസിൻ്റെ ഫ്രണ്ടിലാട്ടോ. അതായത് കർണാടക ഇപ്പോഴും നമ്മൾ കടന്നിട്ടില്ല. ഓക്കെ, എന്താ പറയുക, കർണാടക ഇവിടെ നിന്ന് കടന്നു കിട്ടിയാലാണ് സമാധാനമുള്ളൂ. നമുക്ക് അടുത്ത സ്ഥലം എന്ന് പറയണത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഒന്നില്ലെങ്കിൽ പൂനെ അല്ലെങ്കിൽ മുംബൈ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മളിന്ന് കയറി പിടിക്കണം. ഓക്കെ, സംഭവം മാറുന്നില്ല, ഭയങ്കര ടയർഡാണ്. KL 53 അതൊന്ന് അല്ല 59 ജസ്റ്റ് ഒന്ന് ചോദിക്കണമല്ലോ. ഹായ് ബ്രോ, എങ്ങോട്ടാ? ഓൾ ഇന്ത്യ? ഞാനും അതെ, സെയിമാണ്. ഒരു മാസമോ? ഓക്കെ ഓക്കെ, കാണാം. ഞാൻ ഓൾ ഇന്ത്യ നേപ്പാൾ തന്നെ. ആ, പോയ വണ്ടി. അപ്പോൾ അതൊരു ഓൾ ഇന്ത്യ നേപ്പാൾ പോകുന്നൊരു വണ്ടിയാണ്. അവർ രണ്ടാളും കൂടിയും പോണു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറി. മഹാരാഷ്ട്രയിൽ കയറിയ അവിടെ തന്നെ നമുക്കൊരു മലയാളിയെ കാണാൻ പറ്റി. അവരും ട്രാവലിംഗ് ആണ്. ഒരു ഓൾ ഇന്ത്യ നേപ്പാൾ, നമ്മുടെ ഓൾ ഇന്ത്യ നേപ്പാൾ റോഡ് ട്രിപ്പിലെ 3ാമത്തെ സ്ഥലമായിട്ടുള്ള മഹാരാഷ്ട്രയിൽ നമ്മൾ കയറി. ഗൈസ്, അപ്പുറവും ഇപ്പുറവും കരിമ്പും തോട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പുറത്ത് മൊത്തം കരിമ്പ്, ഇപ്പുറത്തും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കുറച്ചുകൊണ്ട് കയറി വന്നിട്ടൊക്കെ ക്യാമറ ഓണാക്കിയത് കാരണം കുറച്ചുകൊണ്ട് കയറി വന്നിട്ടാണ്. ഇതാണല്ലോ കരിമ്പും തോട്ടം, അപ്പുറത്തുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒരു യാത്ര വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനം സൺസ്ക്രീമാണ് കേട്ടോ. അതൊരിക്കലും യൂസ് ചെയ്യാതിരിക്കരുത്. അത് 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ടിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് മുഖമൊക്കെ പടാകെ കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടാവും. എനിക്ക് ചില കാര്യങ്ങൾക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വരുന്നതിന് മുന്നേ. പക്ഷെ നമ്മളെ ഈ ട്രിപ്പിൽ എന്നത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മുഖത്തൊന്നും വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിൽ പേടിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ മെഡിസിൻസ് വാങ്ങാനുള്ളവരൊക്കെ മെഡിസിൻസ് വാങ്ങി വെക്കുക. അതായത് തലവേന, അതേപോലെ വൊമിറ്റിങ്ങിനുള്ളവർക്ക് വൊമിറ്റിങ്ങിനുള്ളത്. പിന്നെ പനിക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതി വെക്കണം, നല്ലതാണ്. അങ്ങനെ മെഡിസിൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കരുതുക. കാരണം ഇത്രയും ലോങ് ഓർഡറാണ്. ചിലപ്പോൾ രാത്രി ഒന്നും നമുക്ക് മെഡിസിനൊന്നും വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. മാപ്പ് നോക്കണമെങ്കിൽ വണ്ടി നിർത്തേണ്ടി വരും. ഞാൻ നിർത്താതെ അങ്ങനെ പരമാവധി ഓടിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് മുംബൈയിലേക്ക് ഞാൻ 200 സംതിങ്ങോ അത്ര കിലോമീറ്റർ ഓടാനുണ്ട്. 200-300 അങ്ങനെ എന്തോ ആണ്. വൈകിട്ട് 4:40 നമുക്ക് ഇനി മുംബൈയിലേക്ക് കാണിക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 247 കിലോമീറ്ററാണ്. ഇന്ന് തോന്നിയില്ല മുംബൈ കിട്ടുമെന്ന്. മാക്സിമം ഓടി നോക്കി. ഉച്ചക്ക് ഫുഡടക്കം കഴിച്ചിട്ടില്ല. അതടക്കത് ഇപ്പോൾ കുറച്ച് മുന്നേ 5-10 മിനിറ്റ് മുന്നേ നിർത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. മുംബൈയിൽ നിന്ന് മിക്കവാറും ചാൻസ് കുറവാണ്. മാക്സിമം നോക്കും മുംബൈ കിട്ടുമെന്ന്. ശരിക്കും ഇന്നലെ ഒന്നുകൂടി നല്ല രീതിക്ക് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് മുംബൈ പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നലെ പറ്റ ടയർഡാണ്, അതുകൊണ്ടാണ് നിർത്തിയത്. ഇന്നിപ്പോൾ ഓടാൻ വയ്ക്കും, പക്ഷെ രാത്രിയല്ലേ, അതൊരു റിസ്ക്. എന്നോ ലുക്കാ നോക്ക്, ഇവിടെയൊക്കെ എന്താ ബാക്ക്ഗ്രൗണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിഷയം വ്യൂ ആയിരിക്കും. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്താണ്, എൻ്റെ പൊട്ടി. പോവാം. അപ്പം നമുക്ക് ആദ്യത്തെ ടണൽ കിട്ടിയതാണ്.
പോവാ പോവാ പോവാ. പക്ഷെ നമുക്ക് ആദ്യത്തെ ടണലാണ് നമ്മുടെ യാത്രയിൽ തന്നെ. പക്ഷേ കണ്ണൊക്കെ മങ്ങിപ്പോയി. ഫോൺ അടിക്കണം. അത്യാവശ്യം നല്ല ദൂരമുള്ള ടണലാണ്. ഞാനിതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിലൂടെ ഞാൻ പാസ് ചെയ്യണത്. എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പേര് കാണുകയാണെങ്കിൽ എന്തായാലും പറയാം. സീന് ആരോ ബാക്കിൽ ചീറി വരുന്നുണ്ട്. യെസ്, നമ്മൾ പുറത്തോട്ടെത്തി. നമ്മളിപ്പോൾ പൂനെയിലെത്തി. പൂനെയിൽ ഈ പമ്പിലാണ് നമ്മൾ സ്റ്റേ അടിച്ചിരുന്നില്ല. ഇവിടെ നമ്മൾ ടെൻ്റ് ഇട്ടു കേട്ടോ. ഇപ്പോൾ സമയം 10 മണിയായി. ഇവിടുന്ന് മുംബൈക്ക് കുറച്ചേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ ഇവിടെ സ്റ്റേ അടിച്ചു. മുംബൈക്ക് ഇന്നലെ ഓടി പിടിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇവിടുന്ന് മുംബൈക്ക് 178 കിലോമീറ്റർ ഉള്ളൂ. എന്തായാലും വൈകുന്നേരത്തിനെത്തും നമ്മളവിടെ. നമ്മളപ്പോൾ മെല്ലെ ഹൈവേ കയറി ഗൈസ്. ഇന്നലെ രാത്രി ഇവിടെ മുട്ടിഞ്ഞ തണുപ്പായിരുന്നു കേട്ടോ. ഇന്നലെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഈ ഷോപ്പുകളൊക്കെ അടച്ചു ചെയ്തു. ഞങ്ങളാണെങ്കിൽ ടെൻ്റ് ഇടും ചെയ്തു. കടകളാണെങ്കിൽ പോകാനാണെങ്കിൽ വണ്ടിയില്ല. വണ്ടി വിട്ടിട്ട് മാറി നിൽക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ആകെ കുടുങ്ങിപ്പോയി. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ പൂനെക്ക് ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ. ഒരു 10 കിലോമീറ്റർ എന്തേ ഉള്ളൂ. ഇന്നലെ ഇവിടെ ഞാനൊരു 6-7 മണിയാകുമ്പോൾ എത്തി ടെൻ്റ് അടിച്ചു. വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടു. ഇന്ന് മുതൽ വീഡിയോ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ദിവസം 5 മണിക്ക് വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അതേപോലെ ഇനി നാളെ മറ്റന്നാൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടുന്ന് മുംബൈയിലേക്ക് കുറച്ചും കൂടി ഓടാനുള്ളൂ. ഒരു 177 കിലോമീറ്റർ കൂടി ഇനി മുംബൈയിലേക്ക് ഓടാനുള്ളൂ. മുംബൈയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുംബൈയിലെ കാഴ്ചകൾ കാണാം. മുംബൈയിൽ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുണ്ട്. എന്തായാലും 2 ദിവസം അവിടെ സ്റ്റേ ഉണ്ടാവും. അങ്ങനെയാണ് പ്ലാന്. രാവിലത്തെ കാഴ്ചകൾ ഒരുപാട് രസം കൂടി വരും. അതിൻ്റെ ഒപ്പം തണുപ്പും കൂടി വരും. ഇപ്പോൾ തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. സമയം 10 മണിയായി. 10 മണിയായിട്ട് തണുപ്പിനൊന്നൊരു കുറവുമില്ല. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ മുംബൈയിലെത്തുന്നത്. അതായത് മിനിഞ്ഞാന്ന് രാവിലെ ഇറങ്ങി, ഇന്നലെ ഓടി, ഇന്നിപ്പോൾ അതാ ഓടും. ഇന്നിപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ അവിടെ എത്തും. നമ്മുടെ യാത്രയിലെ 2ാമത്തെ ടണലാണ്. 1338 മീറ്റർ. ടോട്ടലി ഈ റൂട്ട് പോകുന്ന സമയത്ത് 2 ടണലാണ് ഉള്ളത്. അതിൽ ഒന്ന് നമ്മൾ പൂനെയിൽ നിന്ന് ഇതിന് തൊട്ട് മുന്നത്തേൽ നമ്മൾ കയറി. ഇപ്പോൾ ഇത് 2ാമത്തെ ടണൽ. ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല ചൂടായിരിക്കും. പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇതിന് തണുപ്പായിരിക്കും. വാവ്,
ഗൈസ് പൂനെ ടൗൺ കാണണ്ടോ നിങ്ങൾക്ക്? ഞാൻ പോട്ടെ, അങ്ങോട്ട് നീങ്ങട്ടെ, അവിടെ പോയിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് വല്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ക്യാമറക്ക് എവിടെ ഒരു ലിമിറ്റ് ഉണ്ട്, നേരെ മറിച്ച് കണ്ണിന് എവിടെ ഒരു ലിമിറ്റ് ഇല്ല. കാണണ്ടോ ഗൈസ് പൂനെ ടൗൺ? ഫുള്ള് ബിൽഡിങ്സാണ്, വലിയ വലിയ ബിൽഡിങ്സ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ബ്ലോക്കുകൾ ഇട്ട് തുടങ്ങും. ട്രാഫിക് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടും തന്നെ എനിക്ക് തോന്നുന്നത്. നമുക്കിനി ചാൻസ് കൂടുതലാണ് ഇവിടുന്ന് നമ്മൾ ട്രാഫിക്ക് പോയി കൊടുങ്ങൽ. ഇതിൽ മെല്ലെ ഇറക്കണം, ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി നല്ല ചാട്ടം ചാടും. ഇത് വണ്ടി ഷോറൂമിൽ കൊണ്ടുവരണോ ആയിരിക്കും. സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറയ്ക്കാൻ മെയിനായിട്ട്. അതിനാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഈ സാധനം കൊടുത്തിരിക്കുന്നത് നമ്മൾ പടിയിച്ചിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോറിക്കാരൊക്കെ നല്ല പുളി പൊളിച്ച് പോയി, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ട്രാഫിക് കിട്ടും, അല്ലെങ്കിൽ ബ്ലോക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൂ. സാധനം ഇതാ കാണണം. എൻ്റെ കൂടെ ഉള്ളൊരുത്തുണ്ട്, അപ്പോൾ ഫ്രണ്ടിലാണോ ബാക്കിലാണോ എന്ന് അറിയില്ല. എൻ്റെ മുന്നിലാണ് അവൻ ഇറങ്ങിയത്, പിന്നെ അവനോട്ടൊരു ഒതുക്കുമെന്ന് അറിയില്ല. എന്നെ വിളിച്ചപ്പോൾ ഫോൺ കൊടുക്കണില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാര്യം കളിച്ചിട്ടെ, അവൻ ആ സോഫമ്മ കിടക്കണ നോക്കുമ്പോൾ മുകളിൽ ഒന്ന് ഒരു നല്ലൊരു അമ്പാണ്ടി അടി അവൻ താഴെ കിടക്കും. ഇവിടെ നിന്ന് മൊത്തം ബ്ലോക്കാട്ടോ, റെഡാ കാണിക്കണ്. ഒരു 10-15 മിനിറ്റായിട്ട് ഞാൻ ഈ ട്രാഫിക്കിൽ കിടന്ന് കുരുങ്ങിയിട്ട് ഉരുളാണ് ഞാൻ കിടന്നിട്ട്. എനിക്ക് കൈയൊക്കെ വേദനിച്ചിട്ട് വയ്യ. നല്ല ട്രാഫിക് കേട്ടോ, നല്ല ടൈമിങ്ങിലാണ് വന്ന് കയറിയത്. പക്ഷേ നേരത്തെ ഇറങ്ങിയതായിരുന്നു. ഞാൻ എന്തായാലും ഒരു 3 മണി 4 മണിയാകുമ്പോൾ കൊണ്ട് എത്തിയാൽ മതിയല്ലോ എന്നുള്ള മൈൻഡിൽ ഇവിടുന്ന് കുറച്ച് വല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാ. പക്ഷേ കയ്യിൽ നിന്ന് പൊളി ഗൈസ്, എനിക്ക് കാല് കുത്തി നിൽക്കാൻ പോലും വയ്യ. അയ്യോ, വണ്ടി നല്ല വെയിറ്റ് ആയതുകൊണ്ടേ ബാലൻസ് ചെയ്യാനും പറ്റില്ല നമ്മൾ വിചാരിച്ച ലെവലിലേക്ക്. ഒരുത്തം കേട്ടവന്മാർ, ഇവന്മാരത് ഇങ്ങോട്ട് ഓടിക്കണേ, അങ്ങോട്ട് പോന്ന് പറഞ്ഞ പോലെ കുരിപ്പ്. ഇങ്ങോട്ട് ഓടിക്കാൻ പറഞ്ഞാണോ അങ്ങോട്ട് ഓടിക്കണം. ഇത് എവിടുന്ന് ഇതിൻ്റെ ട്രാഫിക് തീരുക? ഇത് എന്താ നോക്കി നോക്കുക വയസ്സ്, ഇത്രങ്ങാനും വണ്ടിയാണ് ഫ്രണ്ട് കിടക്കണത്. ഇത് തീർന്നിട്ട് എപ്പോഴാണ് ഇപ്പോൾ ഈ റൂട്ട് കൂടെ? ഇതൊക്കെ ഹൈവേ തന്നെയാണോ? എനിക്കതാ മനസ്സിലാവാത്തത്. NH മുംബൈ NH ആണ്. എന്നിട്ട് എന്താ കാര്യം? പൂനെ ടു മുംബൈ NH. പൂനെയിൽ നിന്ന് മുംബൈ പോകുന്ന റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എക്സ്പ്രസ് ഹൈവേ കയറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരണ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് വെച്ചത്. അപ്പം അങ്ങനെ വണ്ടി ഒതുക്കിയതാണ്. ഒന്നും പറയാല്ല കേട്ടോ, എച്ചാതി ആഴ താഴത്തേക്ക്. അവിടെയൊക്കെ മലയൊക്കെ കാണാനുണ്ട്, അടിപൊളി. ഞാൻ വണ്ടി പോയിക്കൊണ്ടിരുന്നതാണ്, തിരിച്ചതാണ് ഇത് കണ്ടിട്ട് പോയി. ഇപ്പം മാപ്പ് നോക്കണമല്ലോ അല്ലേ? മാപ്പില്ലാതൊരു കഥ നടക്കൂല.
സ്പെഷ്യൽ വന്നിട്ട് ഞാൻ മലയും ചോരൊക്കെ ഇറങ്ങുന്നുണ്ട് ഗൈസ്. നമുക്കിവിടെ നിന്ന അടിയിൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേ കാണാൻ പറ്റുമല്ലോ. കണ്ടോ എക്സ്പ്രസ് ഹൈവേ പോണ്. ഇത് പഴയ റൂട്ടാണ്, അതാണ് പുതിയ റൂട്ട്. എന്താ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണു? ഇത് ഓൾഡ് പൂനെ മുംബൈ റൂട്ടാണ്, അടിയിൽ തന്നെ പുതിയ എക്സ്പ്രസ് ഹൈവേ. ഞാൻ അതിൽ ബൈക്ക് പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ, അതിനെപ്പറ്റി ഞാൻ വലുതായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ആ റോഡ് താഴെ കൂടെ പോകണു, നമ്മൾ മുകളിൽ കൂടെ പോകണം, അത്രേ വ്യത്യാസമുള്ളൂ. കാഴ്ചകളൊക്കെ ഒരുവിധം സെയിം തന്നെയാണ്. പക്ഷെ അതൊന്നുകൂടി കുറച്ചുകൂടി നല്ല റോഡായിരിക്കുമെന്ന് മാത്രം. ചെറുതല്ല, നല്ല രീതിക്ക് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നു. വണ്ടിക്ക് അത് വേഗം എഫക്റ്റ് ചെയ്യും, കാരണം ടോപ്പ് ബോക്സ് പാനേഴ്സ് ഉള്ളതുകൊണ്ട്. ഇതിൽ ബൈക്ക് പോകൂലേ? പോയി നോക്കാം. ഒരു ബൈക്ക് പോലും ഇതിലില്ല. ഞാനാണെങ്കിൽ ഇതിൽ കയറുകയും ചെയ്തു. പണി പാളിയോന്നപ്പം എൻ്റെ വീട്. ബൈക്കില്ല, കാറ്, ലോറി, ബസ്സൊക്കെ ഉള്ളു. ഒരുമാതിരി മൂഞ്ചിയ അവസ്ഥയല്ല വയസ്പത്. ഇതാ റൂട്ട് ഓടിച്ചാണ്, അതാ റൂട്ട്. ഇതിലേക്കിപ്പോൾ എങ്ങനെയൊന്നും ഇറങ്ങുക? ബൈക്ക് അതിലാണ്, പക്ഷേ ഇതിപ്പോൾ എവിടുന്നപ്പോൾ ഒന്ന് കയറുക? ടണലൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ വണ്ടി വലിയ കാശ് ഉണ്ടാകുന്നവേ. ടണലൊന്നും കാണുമ്പോൾ എനിക്ക് അത്ര പൊലിവായിട്ട് തോന്നുന്നില്ല, കാരണം ഞാൻ റോഡ് മാറി കയറിയിരിക്കുക. ഇതിൻ്റെ പേരിൽ ഞാൻ എന്തൊക്കെ വിഷയം കാര്യങ്ങൾ വരുന്നവേ. പോലീസുകാർ എവിടുന്നേലും ഇപ്പോൾ തടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളോട് നല്ല ചൂടാവും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറയും, ഒന്നും അറിയില്ല. പറയുമ്പോൾ പറയാം, എനിക്ക് നാട്ടിലെ പറ്റി യാതൊരു അറിവില്ല സാറേ എന്ന് പറയാം. ഇതിങ്ങനെ പോയാൽ ടോളുണ്ടാവും, ടോളിൽ പോയാൽ അവിടെ ഞാനവിടെ കുടുങ്ങും, അത് കൺഫേമാണ്. പക്ഷെ എന്ത് ചെയ്യും, ഞാനാകെ പെട്ടുപോയി. ഒരു എത്തുംപിടിയും കിട്ടണില്ല. ഇതൊന്നും ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചു. ഇതിൽ പോകാൻ താല്പര്യമില്ല അഞ്ഞിട്ടല്ല, ഇപ്പം പോയി കഴിഞ്ഞാൽ വല്ല പണി കിട്ടും. ബൈക്കിനുള്ളതിൽ കാണിക്കണില്ല, നോക്കി നോക്ക്, ഒക്കെ കട്ട് ചെയ്യാണ് അപ്പുറത്തോട്ട്. അയ്യോ, ടോൾ ഗേറ്റ്. ഇതിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ മോഞ്ചു, കൺഫേമാണ്. ഇതിൽ ബൈക്കില്ല, ഞാൻ പെട്ട് ഷുവർ.
इसने आगे देखा अब यहाँ से किधर से आ गए? आई डोंट नो हिंदी हिंदी नहीं आता, नहीं आता कुछ कुछ हिंदी नहीं आता, थोड़ा थोड़ा भी नहीं आता, समझ भी नहीं आता। केरला और इंग्लिश, इंग्लिश मलयालम हाँ मलयालम इंग्लिश। इंग्लिश दिस रूट इज नॉट अलाउड बाइक ट्रैक्टर एंड 3 व्हीलर्स। एक्सप्रेस है, मुंबई पुणे एक्सप्रेस हाईवे। यू आर यूजिंग दिस एक्सप्रेस हाईवे, फाइन। आई डोंट नो Dear license. नागपूर आहे, मोरे आहे, परत आपला हा खाली आहे. Only one person, not other vehicles. नो 1000 rupees fine. Fine 1000 rupees, pay, take a receipt and go. Old Expressway. सर मनी होगी फोन पे, गूगल पे, स्कैनर सब चलते. कैमरा, योर बाइक इज कैमरा है. सर आई डोंट नो दिस रोड वेटिंग वेट नो वेट 100 number call, police control. One fine pay and go now. 500 rupees fine, only no entry. Okay, 500 rupees fine pay, receipt take and go. ऑलरेडी Google पे, फोन पे, स्कैनर, UPI पेमेंट एक्सेप्ट. मेरे अकाउंट नो कैश इवनिंग कमिंग अमाउंट ऑलरेडी वाचिंग ऑनलाइन व्हीकल फाइन, ऑनलाइन व्हीकल फाइन, ऑनलाइन व्हीकल फाइन. Take after some time paid now. ओके Back नंबर ऑनलाईनला पण नाही आहे. मी येतोय का? काय करतो? नंबर येतो क्लिअर? नंबर नाही बॅक चला रूट सांगायला. यस अरे ओनली टॉकिंग Only 500 fine, not a 1000 rupees fine. Okay, only 500 fine your vehicle. After 15 days after paid now. Okay, 50 50 ओके this route is Old Express. Do not do not use this expressway. ओके एक left turn, हां CNG pump CNG पंप just now, हां and 100 meters Okay. just now. Take a right. राइट Okay, right now after 7 kilometer left. लेफ्ट Okay, map show. मैप ऑलरेडी Okay, this continue. Go. Where are you going? मुंबई टू अदर स्टेट Other state. Only one person traveling. यस
Starting at Kerala. This side. Starting this side. പരിപാടി. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. എന്റെ ദൈവമേ പെട്ട്. സാറ് പറഞ്ഞത് എന്താണെന്നറിയോ, ഫൈൻ ഓൾറെഡി വരാനുണ്ട്. 500 ആക്കിയിട്ട് ഓൺലൈനിൽ കെട്ടിയാൽ മതി പറഞ്ഞു. അവർ ഒറിജിനൽ ആയതുകൊണ്ട് നമുക്ക് കഴിച്ചിലാവാൻ പറ്റി. ഗൈസ് എനിക്കറിയാന്നു ഇത് മിക്കവാറും എനിക്ക് പണി കിട്ടുന്നത് എനിക്ക് എന്തായാലും ഷുവറാന്നു. എക്സ്പ്രസ് ഹൈവേയിൽ അത് ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ വരുന്നതിൻ്റെ ഒരുപാട് ഭാഗത്ത് ക്യാമറ ക്ലിക്കായിട്ടുണ്ട്. ഒയ്യോ, ഒരുപാട് ഭാഗത്തെ ഫോട്ടോസ്. അതായത് എന്നിട്ട് നേരെ അവർക്ക് കൺട്രോൾ റൂമിൽ നിന്ന്, അതായത് ഞാൻ വരുമ്പോൾ എന്നെ സ്വീകരിക്കണം. അവിടെ നിർത്തിയാൽ മതി, എന്നെ സ്വീകരിക്കും. അപ്പോഴേ എനിക്ക് ഡൗട്ട്, എൻ്റെ കാര്യത്തിൽ എന്തോ ഒരു തീരുമാനമായി. പിന്നെ ഞാൻ വിചാരിച്ചു ഉപദേശിച്ച് വിടും വിചാരിച്ചു. ഇനിയിപ്പോൾ 20 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഫൈന് കെട്ടണം എന്നാണ് പറഞ്ഞത്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇപ്പം കെട്ടണ്ടല്ലോ. നമ്മുടെ റൈഡിൽ ആദ്യത്തെ ഫൈനാണ് ഗൈസ്, ആദ്യത്തെ ഫൈന്. ക്യാമറ ഞാൻ എല്ലാം ഓണാക്കിയിട്ടാണ്. നിങ്ങൾക്ക് കാണണമല്ലോ, ഇത്രയും ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വിശ്വാസമാവില്ലല്ലോ. ഇതൊക്കെ പ്രൂഫാണ് ഗൈസ്. പിടിച്ച് എന്തായാലും ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് മുംബൈ 69 കിലോമീറ്റർ. ഇതൊക്കെ ഏതാ റോഡ് എന്ന് പഠിച്ചോ അറിയാം. നമ്മൾ ബോംബെയിലെത്തി. വിഷു എന്താണത്, കോളനിയാണ് ഗൈസ്. കോളനി പറഞ്ഞാൽ ഫുൾ ഒരുപാട് വീട് ഇങ്ങനെ എടുത്തെടുത്തെടുത്തുണ്ടാവില്ലേ. ഫൈറ്റ് അതാ പോണം. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം അതാണ് കേട്ടോ. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ മറച്ചു വെച്ചേക്കണ്? എൻ്റെ കൂടെയുള്ള ഒരുത്തുണ്ട്, അവൻ ഇവിടെ എവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവനും മാറിപ്പോയി, എനിക്കും മാറിപ്പോയി. ഞാൻ അവിടെ വന്ന് നിർത്തി. എന്താ പറയുക, ഇനിയിപ്പോൾ അവൻ്റെ ഇതൊക്കെ പോണത് മുംബൈയാണ്. മുംബൈ ഗോയ്സ്, ഇത് മുംബൈ. നമ്മൾ പ്രോപ്പർ മുംബൈയിലെത്തി. ഇവിടെ ആളാണ് കൂടി ഗോയ്സ്. എത്രങ്ങാനും ആൾക്കാരെ കൂടിയതെന്നറിയോ. കേരളത്തിൽ നിന്ന് അതുകൊണ്ട് പറഞ്ഞപ്പോൾ കൂടുതലും മതിപ്പ് കൂടുതലാണ്. എത്രങ്ങാനും ആൾക്കാരെ ഇവിടെ വന്ന് കൂടിയത്. എല്ലാവരും വന്ന് സംസാരിക്കുക, എന്താണ്, എവിടേക്കാണ്, എങ്ങനെയാണ്, എവിടുന്ന് തുടങ്ങി, ഒക്കെ ചോദ്യങ്ങൾ. ഇതാണ് ഭയങ്കര ഹാപ്പിയാണ്. ഇതിലും വലുത് വേറെ എന്ത് വേണം? ഓൾ ഇന്ത്യ നേപ്പാൾ. ഓൾ ഇന്ത്യ നേപ്പാൾ. All India. Nepal ka hai. Abhi India. First India. Then Nepal. Pura all India. All India. All world. Bike par. That's great. Thank you. പ്രാവ് പറക്കണുണ്ട് ഗൈസ്. എത്ര കാലമൊക്കെ